Hello students, welcome back to our channel Chapters. Today we are going to study our 13th lesson, our national symbols. Okay, നമ്മളുടെ ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. Our country has several national symbols. They include our national flag, national anthem, national emblem, national animal, national bird and national flower. അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നാഷണൽ സിംബൽസ് ഉണ്ട്, ദേശീയ ചിഹ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക, നാഷണൽ ആന്തം, ദേശീയ ഗാനം, നാഷണൽ എംബ്ലം, ദേശീയ മുദ്ര, നാഷണൽ ആനിമൽ, ദേശീയ മൃഗം, നാഷണൽ ബേർഡ്, ദേശീയ പക്ഷി ആൻഡ് നാഷണൽ ഫ്ലവർ, ദേശീയ പുഷ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഗിവ് റെസ്പെക്ട് ടു അവർ നാഷണൽ സിംബൽസ് ആസ് ദേ റെപ്രസെന്റ് അവർ നേഷൻ. അപ്പോൾ ഈ ദേശീയ ചിഹ്നങ്ങളൊക്കെ നമ്മളുടെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിഹ്നങ്ങളെയൊക്കെ, ദേശീയ ചിഹ്നങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, സോ അവർ ഫസ്റ്റ് നാഷണൽ സിംബൽ ഈസ് നാഷണൽ ഫ്ലാഗ്. ഓക്കെ, എല്ലാവർക്കും അറിയാം നമ്മളുടെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ട്രൈ കളർ ഫ്ലാഗ് ആണ്, തിരങ്ക. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. It has 3 colors and thus is called tricolor or tiranga. Okay, അപ്പൊ നമ്മളുടെ നാഷണൽ ഫ്ലാഗ് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള, ദീർഘചതുരാകൃതിയിലുള്ള നാഷണൽ ഫ്ലാഗ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന് 3 കളേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ ട്രൈ കളർ ഫ്ലാഗ് അല്ലെങ്കിൽ തിരങ്ക എന്നാണ് അറിയപ്പെടുന്നത്. സാഫ്രൺ കംസ് അറ്റ് ദ ടോപ്പ്, ഫോളോഡ് ബൈ വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം. ഓക്കെ, മുകളിൽ ടോപ്പ് പാർട്ടില് കുങ്കുമ നിറം, ദെൻ മിഡിലില് വെള്ള നിറം ആൻഡ് ബോട്ടം താഴെ ഭാഗത്ത് പച്ച നിറം. സാഫ്രൺ സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ആൻഡ് കറേജ് ഓഫ് അവർ കൺട്രി. നമ്മളുടെ രാജ്യത്തിന്റെ ശക്തിയും അതുപോലെ ധൈര്യവും സൂചിപ്പിക്കുന്ന കളറാണ് ഇത് സാഫ്രൺ കളർ, കുങ്കുമ നിറം. പിന്നെ വെള്ള കളറാണ് അല്ലെ. പിന്നെ വൈറ്റ് കളർ ഇൻഡിക്കേറ്റ്സ് peace and truth, and green color shows the fertility, growth and prosperity of the land. അപ്പൊ വെള്ള കളർ ആണെങ്കിലോ സമാധാനവും സത്യവും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ള കളറ്. അതുപോലെ തന്നെ പച്ച നിറാണെങ്കിൽ ഫലസമൃദ്ധിയും വളർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ സൂചിപ്പിക്കുന്ന പച്ച നിറവുമാണ് നമ്മളുടെ ഫ്ലാഗിന്റെ ഈ 3 കളേഴ്സ് എന്ന് പറയുന്നത്. Okay, in the center of the white band there is a navy blue wheel and center ദേശീയ പതാകയുടെ നടുക്ക് നിങ്ങൾക്ക് ഒരു നേവി ബ്ലൂ കളറിൽ ഒരു വീൽ, ചക്രം കാണാം അല്ലെ. ഈ ഒരു ചക്രത്തിനെ എന്താ അറിയപ്പെടുന്നത്? This is the അശോക ചക്ര. Okay, it has 24 spokes which stands for motion and progress. അപ്പോ ചലനവും പുരോഗതിയും ഒക്കെ സൂചിപ്പിക്കുന്ന 24 കാലുകളുള്ള അശോക ചക്ര, 24 സ്പോക്സ് ആണ് ഇതിനുള്ളത്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഡേ. അതുപോലെ തന്നെ ഈ 24 എന്ന് പറയുന്നത്, 24 എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത് അല്ലെ. അതിനെ സൂചിപ്പിക്കാനും കൂടിയാണ് ഈ 24 സ്പോക്സ് ഉള്ളത്. Okay, the ratio of the size of the flag is 3:2 in proportion. അപ്പോ ദേശീയ പതാകയുടെ സൈസിന്റെ അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ്. Okay, our national flag is based on the flag designed by പിങ്കാളി വെങ്കയ്യ. പിങ്കാളി വെങ്കയ്യാണ് നമ്മളുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്തിട്ടുള്ളത്. The national flag is seen on government buildings. We hoist it during Independence Day and Republic Day. അപ്പോൾ നമ്മളുടെ നാഷണൽ ഫ്ലാഗ് ഗവൺമെന്റ് ബിൽഡിങ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ പതാക ഉയർത്താറുണ്ട് അല്ലെ. There are some rules to be followed while hoisting our national flag. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ ഫ്ലാഗ് പതാക ഉയർത്തണമെങ്കിൽ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The national flag can be flown only from sunrise to sunset. Okay, അപ്പോൾ നമ്മളുടെ ദേശീയ പതാക ഇതുപോലെ പറത്താൻ നമുക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം അത് നമ്മൾ താഴ്ത്തിക്കെട്ടണം.
Then next, the national flag must always be unfurled only at the top of the mast. അതുപോലെ കൊടിമരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ ദേശീയ പതാക ഉയർത്തുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ ഇത് പറത്തണം. നെക്സ്റ്റ്, the saffron color should always be on the top. അതുപോലെ സാഫ്രൻ കളർ, കുങ്കുമ നിറം എപ്പോഴും മുകളിൽ തന്നെ വരണം. അതായത് പതാക നേരെ തിരിഞ്ഞു പോകാനൊന്നും പാടില്ല. എന്താ എപ്പോഴും saffron color on the top, then white middle and green at the bottom. The national flag must always be carried in front in a procession. ഇപ്പൊ ഒരു ഘോഷയാത്രയോ ഒരു ജാഥയോ ഒക്കെ മറ്റോ ദേശീയ പതാക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ മുൻപന്തിയിൽ ഏറ്റവും മുന്നിൽ തന്നെ എന്താ ദേശീയ പതാക നമ്മൾ കൊണ്ടു നടക്കണം. Then we must not hoist a dirty or torn flag. അതുപോലെ തന്നെ ഒരു കീറിയതോ അല്ലെങ്കിൽ അഴുക്ക് പറ്റിയതോ ആയിട്ടുള്ള ദേശീയ പതാക നമ്മൾ ഒരിക്കലും ഉയർത്താൻ വേണ്ടി പാടില്ല. Then next point, the national flag must always be carried over the right shoulder. നമ്മൾ എപ്പോഴും പതാക പിടിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളുടെ വലത് ഷോൾഡറിൽ തന്നെ എപ്പോഴും ദേശീയ പതാക നമ്മൾ പിടിക്കേണ്ടതാണ്. Whenever the national flag is being hoisted, we must stand attention and salute it. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുമ്പോൾ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് നമ്മൾ അറ്റൻഷനിൽ നിൽക്കണം. അതുപോലെ ദേശീയ പതാകക്ക് സല്യൂട്ട് അടിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചില റൂൾസ്. നെക്സ്റ്റ് നാഷണൽ സിംബൽ ഈസ് നാഷണൽ ആന്തം. ഇനി അടുത്ത ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് നമ്മളുടെ ദേശീയ ഗാനാണ്, നാഷണൽ ആന്തം. എല്ലാവർക്കും അറിയാം നമ്മളുടെ ദേശീയ ഗാനം ജനഗണമനയാണ് അല്ലെ. ജനഗണമന ഈസ് അവർ നാഷണൽ ആന്തം. ആൻഡ് ഇത് ആരാ എഴുതിയെന്ന് അറിയാലോ? രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ, ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ പോയിറ്റ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അവർ നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത്. Every country has national anthem which is sung or played on important occasions. Our national anthem Jana Mana was written by our famous poet Rabindranath Tagore. It was written originally in Bengali but was later translated into Hindi. Appo Tagore നമ്മളുടെ നാഷണൽ ആന്തം എഴുതുന്ന സമയത്ത് ബംഗാളി ലാംഗ്വേജിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തർജ്ജമ ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് എ സോങ് ഇൻ പ്രൈസ് ഓഫ് അവർ കൺട്രി. അതുപോലെ നമ്മളുടെ രാജ്യത്തിനെ വാഴ്ത്തി അല്ലെങ്കിൽ സ്തുതിച്ചു പാടുന്ന ഒരു സോങ് ആയിട്ടാണ് അദ്ദേഹം നമ്മളുടെ നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത്. വി ഷുഡ് സ്റ്റാൻഡ് അറ്റ് അറ്റൻഷൻ വൈൽ സിംഗിങ് ഓർ ഹിയറിംഗ് ഇറ്റ്. അപ്പൊ നമ്മൾ എവിടുന്ന് ദേശീയഗാനം കേൾക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അറ്റൻഷനായി നിൽക്കണം. ഓക്കെ, നമ്മൾ പാടുമ്പോഴും അതുപോലെ അത് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ അറ്റൻഷനായിട്ട് നിന്ന് ദേശീയ ഗാനത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം. അതുപോലെ ദേശീയ ഗാനം നാഷണൽ ആന്തം പാടാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 52 സെക്കൻഡ്സ് ആണ് ദേശീയ ഗാനം പാടാൻ എടുക്കേണ്ട സമയം. ആൻഡ് നെക്സ്റ്റ് ഇസ് നാഷണൽ എംബ്ലം, നമ്മളുടെ ദേശീയ മുദ്ര. The national emblem symbolically represents our country. It is the seal of government of India. It can be seen on government documents, coins, currency notes, letters and envelopes. അപ്പോൾ നമ്മളുടെ നാഷണൽ എംബ്ലം ദേശീയ മുദ്ര എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിനെ തന്നെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെ. എല്ലാ ഗവൺമെന്റ് സീലുകളിലും എന്താ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ സീലുകളിലും നിങ്ങൾക്ക് ഈ ഒരു നാഷണൽ എംബ്ലം കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കോയിൻസോ അല്ലെങ്കിൽ കറൻസി നോട്ട്സോ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന ലെറ്റേഴ്സ്, എൻവലപ്സ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എംബ്ലം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, our national emblem has been taken from the lion capital of the pillar that was erected by Emperor Ashoka in Sarnath near Varanasi in Uttar Pradesh. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സാർനാഥിലെ പില്ലാർ അശോക, കിങ് അശോക്, എംപറർ അശോകയുടെ. അപ്പോ അതിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള
ഒരു എംബ്ലം ആണ് ഇത് നമ്മളുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്. Okay, the emblem has 4 lines facing the 4 directions. അപ്പൊ നമുക്ക് ഇതിൽ 3 ലൈൻസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഒരു ലൈൻ ഇതിന്റെ ബാക്ക് ഭാഗത്തുണ്ട്. അങ്ങനെ 4 ലൈൻസ് ആണ് ഈ ഒരു എംബ്ലത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 4 ലൈൻസ് എന്തിനൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പവർ അല്ലെ, ശക്തി, then courage ധൈര്യം, അതുപോലെ പ്രൈഡ് അഭിമാനം, ആൻഡ് കോൺഫിഡൻസ് ആത്മവിശ്വാസം. അപ്പൊ ഇതിനൊക്കെ പ്രതിനിധീകരിക്കുന്ന 4 ലൈൻസ് ആണ് ഈ ഒരു എംബ്ലത്തിന്റെ പ്രധാന സവിശേഷത. പിന്നെ എന്തൊക്കെയുണ്ട്? ദേ ആർ ദ ഗാർഡിയൻസ് ഓഫ് ദ 4 ഡയറക്ഷൻസ്. അത് നമ്മളുടെ എന്താ ഒരു വഴികാട്ടിയായിട്ട് തന്നെ നിലനിൽക്കുന്ന 4 ലൈൻസ്. പിന്നെയോ there is a bull and a horse at the base of the emblem. ഓക്കെ, അപ്പൊ നമുക്ക് 3 ലൈൻസിനെ മാത്രമേ അറ്റ് എ ടൈം ഒരേ സമയത്ത് കാണാൻ വേണ്ടി പറ്റൂ. ഒരു ലൈൻ അതിന്റെ പിൻഭാഗത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും അതിന്റെ താഴെയായിട്ട് ഒരു ഹോഴ്സും ഒരു ബുള്ളും ഉണ്ട് അല്ലെ, ഒരു കുതിരയും ഒരു കാളയും, പിന്നെ മിഡിലില് അശോക ചക്രവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളുടെ നാഷണൽ എംബ്ലത്തില്. bull stands for hard work and the horse stands for energy and speed. അപ്പൊ ബുള്ള് ഹാർഡ് വർക്ക് എന്നെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോഴ്സ് ആണെങ്കിലോ എനർജിയും സ്പീഡിനെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹോഴ്സും പിന്നെ ഒരു ബുള്ളും ഉള്ളത്. ആൻഡ് there is അശോക ചക്ര between the bull and the horse. അതുപോലെ തന്നെ താഴെ എന്താണ് നമ്മളുടെ നാഷണൽ എംബ്ലത്തിന്റെ താഴെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? സത്യമേവ ജയതേ. Okay, സത്യമേവ ജയതേ is written below the Ashoka Chakra. It means truth only wins. Okay, സത്യമേ ജയിക്കൂ എന്നുള്ള ഒരു വാചകം കൂടി നമ്മളുടെ നാഷണൽ എംബ്ലത്തിന്റെ താഴത്ത് എഴുതി വെച്ചിട്ടുണ്ട്. It means truth only wins. In short, the national emblem symbolizes the qualities of an Indian citizen. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന്റെ ക്വാളിറ്റീസ് സിംബലൈസ് ചെയ്യുന്നതാണ് ഇത് നമ്മളുടെ നാഷണൽ എംബ്ലം. ഓക്കെ, ദേശീയ മുദ്ര. ആൻഡ് നെക്സ്റ്റ് ഇസ് അവർ നാഷണൽ ആനിമൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാഷണൽ ആനിമൽ ഏതാ? ടൈഗർ അല്ലേ, റോയൽ ബംഗാൾ ടൈഗർ. Okay, the Royal Bengal tiger is our national animal. The tiger is a symbol of grace, strength, agility, and power. It is an endangered species. It is being protected in numerous national parks and wildlife sanctuaries. Okay, അപ്പോൾ ടൈഗർ, റോയൽ ബംഗാൾ ടൈഗർ ആണെന്ത് നമ്മുടെ നാഷണൽ ആനിമൽ. ഇത് ടൈഗർ ഈസ് എ സിംബൽ ഓഫ് ഗ്രേസ്, നല്ല സൗന്ദര്യം അല്ലെങ്കിൽ ആകർഷണം. ദെൻ സ്ട്രെങ്ത്, എന്താ ശക്തി. ദെൻ അജിലിറ്റി പറഞ്ഞാല് നല്ല ഊർജ്ജസ്വലത. ഓക്കെ, ആൻഡ് പവർ. ഓക്കെ, പവർ മീൻസ് ഓൾസോ സ്ട്രെങ്ത്. അപ്പൊ ഇതിനൊക്കെ സിംബലൈസ് ചെയ്യുന്ന ഒരു ആനിമൽ ആണ് ടൈഗർ. അപ്പൊ ടൈഗർ നമ്മളുടെ നാഷണൽ ആനിമൽ ആണ്. ഇറ്റ് ഈസ് ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്ന ആനിമൽ ആണ്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയില് കുറെ നാഷണൽ പാർക്സിലും അതുപോലെ എന്താ സൂയിലും വന്യമൃഗ സങ്കേതങ്ങളിലൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അവർ നാഷണൽ ആനിമൽ ഈസ് റോയൽ ബംഗാൾ ടൈഗർ. ഓക്കെ, our national bird is peacock. It symbolizes the qualities like beauty, grace, and pride. It is a colorful blue-green bird with a fan-shaped crest of feathers and a long, slender neck. The bird occupies a significant position in Indian art and culture. The male peacock is more colorful than the female one. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ദേശീയ ബേർഡ് അല്ലെ, ദേശീയ പക്ഷി ഏതാണ്? പീകോക്ക്, മയില്. Our national bird is peacock. It symbolizes the qualities like beauty അല്ലെ, സൗന്ദര്യം, ആകർഷകത്വം, നമ്മുടെ അഭിമാനം ഒക്കെ എന്താ സിംബലൈസ് ചെയ്യുന്ന ഒരു പക്ഷിയാണ് പീകോക്ക്. Okay, it is a colorful blue-green bird
with a fan-shaped crust of feathers and a long slender necks. നിങ്ങൾക്ക് neck. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, നല്ല ഭംഗിയുള്ള ഒരു ബേർഡാണ് ഇത്, പീകോക്ക്. The bird occupies a significant position in Indian art and culture. ഇന്ത്യൻ സംസ്കാരത്തിലും ഇന്ത്യൻ കലകളിലും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒരുപാട് പിക്ചേഴ്സിലായാലും ഒക്കെ നമുക്ക് പീകോക്ക്. Okay, and the male peacock is more colorful than the female one. This is a male peacock picture. Okay, നല്ല പീലി വിടർത്തി ആടുന്ന മെയിൽ പീകോക്ക് ആണ്. എന്തുകൊണ്ടും ഫീമെയിൽ പീകോക്കിനെക്കാളും നല്ല കളർഫുൾ. Okay, so national bird is peacock. And next is national flower. Which is our national flower? നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്? ലോട്ടസ് അല്ലെ, താമരയാണ് നമ്മുടെ ദേശീയ പുഷ്പം. The lotus is the national flower of India. It is an aquatic plant with wide floating leaves. It grows in the shallow, muddy waters. It is considered to be a sacred flower and occupies unique position in the art and mythology of ancient India. So, നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര എന്ന് പറയുന്നത്. അപ്പോൾ താമര എന്താ, it is an aquatic plant with a wide floating leaves. അല്ലെ, ഇതൊരു ജലത്തിൽ വളരുന്ന ഒരു പുഷ്പമാണ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് താമര എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സീക്രട്ട് ഫ്ലവർ. അതുപോലെ തന്നെ ഇതൊരു പുണ്യപുഷ്പമായിട്ട് കണക്കാക്കുന്നുണ്ട്. പീകോക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ആർട്ടിലും കൾച്ചറിലും അതുപോലെ പുരാതന ഇന്ത്യയുടെ ആൻഷ്യൻ മിത്തോളജിയിലും ഒക്കെ ലോട്ടസിനും ഒരു പ്രധാന പങ്കുണ്ട്. ഓക്കെ, അതുപോലെ ഇതെന്തിനൊക്കെയാ പ്രതിനിധീകരിക്കുന്നത്? ഇറ്റ് സിംബലൈസസ് ഡിവിനിറ്റി, ദിവ്യത്വം, ഫെർട്ടിലിറ്റി, ബലഭൂയിഷ്ഠത, ദെൻ വെൽത്ത് അല്ലെ, സമ്പത്ത്, നോളജ്, അറിവ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ് ആൻഡ് എൻലൈറ്റൻമെന്റ്, ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന സിംബലൈസ് ചെയ്യുന്ന ഒരു പുഷ്പമാണ് താമര. It also stands for purity of heart and mind, since it is untouched by impurities despite growing in mud. Okay, അപ്പൊ ഇത് നല്ലൊരു പുണ്യമായിട്ടുള്ള ഒരു പുഷ്പമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ നാഷണൽ ഫ്ലവർ ലോട്ടസ്. Okay, our national symbols represent the rich culture and tradition of our country. അപ്പോൾ നമ്മുടെ നാഷണൽ സിംബൽസ് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന കുറെ ചിഹ്നങ്ങളാണ് എന്ത് നമ്മുടെ നാഷണൽ സിംബൽസ് എന്ന് പറയുന്നത്. ഇത് മാത്രല്ല നമ്മുടെ നാഷണൽ സിംബൽസ്. ഓക്കെ, നാഷണൽ ട്രീ ഉണ്ട് നമുക്ക്, ബാനിയൻ ട്രീ അല്ലെ, ബാനിയൻ ട്രീ ആണ് നമ്മുടെ നാഷണൽ സിംബൽ, സോറി നാഷണൽ ട്രീ. ദെൻ നാഷണൽ സോങ്, നമ്മൾ നാഷണൽ ആന്തം ജനഗണമന പഠിച്ചു. നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം. Then national fruit ഏതാ? മാംഗോ. Okay, national river Ganga river is our national river. And national game hockey. Okay, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റും നോട്ട്സും ഒക്കെ വായിക്കുക. Okay, then thank you.